നമസ്കാരം. ഇത്തവണത്തെയും ആറ്റുകാൽ പൊങ്കാല വളരെ മംഗളമായി ഇന്നലെ പരിസമാപ്തി കുറിച്ചു. ഈ പൊങ്കാലയ്ക്ക് തുടക്കം മുതൽ തന്നെ വെള്ളം കിട്ടുന്നില്ല, കുടിവെള്ളം കിട്ടുന്നില്ല, മൊത്തം പൈപ്പ് ലൈനുകളിലും തകരാറാണ് എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും അത് പരിഹരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മനഃപൂർവ്വം പൊങ്കാല കലക്കാൻ CPM നേതൃത്വത്തിലുള്ള LDF സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജലവിഭവ വകുപ്പ് മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് BJP മാർച്ചും ധർണയും പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. ചിന്തിക്കാതിരിക്കാൻ തരമില്ല. കാരണം CPM ആണ്, ഇടതുപക്ഷമാണ്, എന്തും കാണിക്കും. ജനദ്രോഹമൊന്നും അവർക്കൊരു പുത്തരിയല്ല. ജനങ്ങളെ ദ്രോഹിച്ചാലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് CPMന്റെ അജണ്ട. അത് CPM ഭംഗിയായി നടപ്പിലാക്കി എന്നാണ് BJP ആരോപിക്കുന്നത്. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ പിടിപ്പുകേടാണ് എന്ന് വരുത്തി തീർക്കാനും അസംബ്ലി ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് BJPയുടെ മുഖം നഷ്ടമാകുന്ന രീതിയിൽ കള്ളപ്രചരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും നടത്താനുമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇടത് സൈബർ ഹാൻഡിലുകൾ, CPM സൈബർ ഹാൻഡിലുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തുടരുന്നു. അതിനുശേഷം പൊങ്കാലയ്ക്ക് ശേഷം ഇന്നലെ ഏതാണ്ട് 2 മണിക്ക് ശേഷമാണ് മേയർ VV രാജേഷ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മടങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ, റിപ്പോർട്ടർ TV അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെയായിട്ടും ഇന്നലത്തെ ചിത്രങ്ങൾ, ഇന്നലെ പൊങ്കാല കഴിഞ്ഞ ഉടനെ എടുത്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് CPM സൈബർ ഹാൻഡിലുകൾ, പ്രത്യേകിച്ചും സ്ത്രീ ഹാൻഡിലുകൾ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ, ചാരവും പൊടിയുമായിട്ട് ശ്വാസം മുട്ടുന്നു, തിരുവനന്തപുരത്തുകാർക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്നു തുടങ്ങിയ കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് നാണമില്ലേ? CPM സൈബർ ഹാൻഡിലുകളോടും ഇതിന് ഒത്താശ ചെയ്തു നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യുന്ന ഈ ഇടതുപക്ഷ CPM അനുഭാവികളോടുമാണ് ചോദിക്കുന്നത്. എന്തിലും ഏതിലും രാഷ്ട്രീയം കണ്ട് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് മറ്റുള്ളവരുടെ തലയിൽ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തലയിൽ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഒക്കെ വൃഥാ ശ്രമിക്കുന്ന നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. ഇത്രയും നാണം കെട്ട വർഗം ലോകത്തെങ്ങും ഉണ്ടാകില്ല ഈ കമ്മ്യൂണിസ്റ്റുകളെ പോലെ എന്നുകൂടി ചിന്തിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ഒരാൾ പറയുന്നത് കേട്ടു, ലോകത്ത് എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെ ഒക്കെ തന്നെ കൊന്നൊടുക്കിയത് കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ കൊന്നൊടുക്കുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു എന്ന്. ഇവർ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇവർ സ്വന്തം ആൾക്കാരെ കൂടി വേണമെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയും മറ്റ് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയും വേണമെങ്കിൽ കുറ്റം പറയും, ഇല്ലാത്തത് പറയും, ആരോപണങ്ങൾ ഉന്നയിക്കും, ആവശ്യമില്ലാത്ത കഥകൾ മെനയും. ഇതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു രീതി. അതായത് ജനവിരുദ്ധത, സാമൂഹ്യ വിരുദ്ധത, ക്രൂരത, ഗുണ്ടായിസം, ആക്രമണം, നുണ പ്രചരിപ്പിക്കൽ, ഇതൊക്കെയാണ് കാലങ്ങളായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോഴും ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടും ഇത് തുടരുന്നു എന്നതാണ്. പാർക്കിംഗ് ഫീസ്, ഒരു ആൾട്ടോ കാറിന് 400 രൂപ പാർക്കിംഗ് ഫീസ് വാങ്ങിച്ചത് മേയർ ഇടപെട്ട് തടഞ്ഞത് ഉടനെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് 3 ദിവസത്തേക്ക് 400 രൂപ എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ടും ചില പോസ്റ്റുകളൊക്കെ കണ്ടു. ഈ വൃത്തിയാക്കൽ ഇന്നലെ കൃത്രിമ മഴ പെയ്ച്ചു, അല്ലാതെ മഴയുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തല്ല, ഞാൻ കോട്ടയത്ത് എൻ്റെ വീട്ടിൽ ഇരുന്നാണ് DNA-ക്ക് വേണ്ടി വാർത്തകൾ ചെയ്യുന്നത്. ഞാൻ നേരിട്ട് കണ്ടില്ല, പക്ഷേ എൻ്റെ എഡിറ്റർ സുമേഷ് മാർക്കോപോളോയുമായി ഞാൻ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്തു. കൃത്യമായി തന്നെ എല്ലാവിധ ഏകോപനങ്ങളും, അത് എല്ലാ ജനപ്രതിനിധികളും അതിനകത്ത് ഉൾപ്പെട്ടു എന്നത് സത്യമാണ്. എന്നാൽ പോലും CPM സൈബർ ഹാൻഡിലുകൾ ഈ കാണിക്കുന്ന വൃത്തികേടുകൾ ഇത് ജനം തിരിച്ചറിയണം. ഇത് തിരുവനന്തപുരത്തെ എന്നല്ല, സംസ്ഥാനത്തെ തന്നെ ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. ഇവർ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് ഇങ്ങനെ എല്ലാവരെയും മോശക്കാരാക്കി ചിത്രീകരിച്ച് തങ്ങൾ നല്ലതാണ് എന്ന് വരുത്തി തീർക്കുന്നു. അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടും പിടിപ്പുകേടും ധൂർത്തും അഴിമതിയും തന്നിഷ്ടവും മറച്ചു പിടിക്കാനായി മറ്റുള്ളവരുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ആരോപിച്ച് അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്നു. അതിനുവേണ്ട ഒരു ടീം തന്നെ CPMൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെയും കുറെ ആളുകളുണ്ട്, യാതൊരു വിവരവും വെളിവുമില്ലാത്ത കുറെ കമ്മികൾ, അന്തംകമ്മി കൂട്ടങ്ങളുമുണ്ട്. ഇത്രയും നാണം കെട്ട വർഗത്തെ നമ്മുടെ സമൂഹത്തിന് തന്നെ ഇവർ വലിയ ആപത്താണ്, വലിയ ദ്രോഹമാണ്. നല്ലത് ചെയ്താലും അതിൽ എന്തെങ്കിലും മോശം കണ്ടെത്തും. ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കമ്മിക്ക് പ്രിയം. അതങ്ങനെയാണ്, അതങ്ങനെയും വരും. അത് തുടരുകയാണ്. സൈബർ ആക്രമണം തുടരുകയാണ്. തിരുവനന്തപുരം സിറ്റി ഇന്നലെ 2 മണി 2:30 ക്ലീനായി.
ഇവർ ആര്യ രാജേന്ദ്രൻ ഭരിച്ചിരുന്നപ്പോഴും ഒക്കെ തന്നെ ഇതായിരുന്നു. അന്ന് പൊങ്കാല നടന്നില്ല. പൊങ്കാല നടക്കാത്ത പൊങ്കാലയ്ക്ക് പൊറോട്ടയും ചിക്കനും വാങ്ങിക്കൊടുത്തതിനും ക്ലീൻ ചെയ്തതിനും പണം അടിച്ചു മാറ്റിയ ടീമാണ് ഈ കിടന്ന് പറയുന്നത് എന്ന് ആലോചിക്കണം. തിരുവനന്തപുരം സിറ്റി പൊങ്കാല എന്ന് പറയുന്ന ഒരു പരിപാടി നടന്നു എന്ന് പോലും തോന്നാത്ത രീതിയിൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്. ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. അതിനെ അംഗീകരിക്കുന്നതിന് പകരം ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് കോർപ്പറേഷൻ ഭരണസമിതിയെ കുറ്റപ്പെടുത്തി, മേയറെ കുറ്റപ്പെടുത്തി ഈ കാണിക്കുന്ന ഈ താന്തോന്നിത്തരം, ഇവരോടൊക്കെ എന്താണ് പറയേണ്ടത് എന്ന് പോലും നമുക്കറിയില്ല.